കുഞ്ഞിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1759 മലയാളം എക്സ്പ്ലനേഷനാണ്. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. കാര്യം അത്രത്തോളം പീക്കാളൊരു ചാപ്റ്ററാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയെങ്കിലും ചാപ്റ്റർ ആയിരിക്കും ഈ ആഴ്ച നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന്. ആൻഡ് പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് വീക്ക് ബ്രേക്കാണ്. അതിനർത്ഥം അടുത്ത വീക്ക് തന്നെ നമുക്ക് 1760 കിട്ടുന്നതായിരിക്കും. അതിന് എങ്ങനെയുണ്ടെന്ന് ഈ വരുന്ന ചൊവ്വാഴ്ച ലീക്സ് വരും പറയുന്നതായിരിക്കും. സോ ഇതിനെല്ലാത്തിനും വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്ററിൻ്റെ കവർ പേജിൻ്റെ അകത്ത് നമ്മുടെ യാമറ്റോ കുസുക്കി മോറയുടെ ആ ഒരു ഗ്രേവ് വിസിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഫ്ലവർ ക്യാപ്പിലേക്ക് പോകുവാണ്. ഇതേ സമയം ഈ ചാപ്റ്ററിൻ്റെ പേര് ദി ഐലൻഡ് ഓഫ് ഡെസ്റ്റിനി എന്നാണ്. ആദ്യം തന്നെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസാണ് സംഭവിക്കുന്നത്. 39 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹച്ചിനോസിൽ, അതായത് പൈററ്റ് ഐലൻഡിൽ അവരെല്ലാം എന്തൊന്ന് തിരയുവാണ്. അവിടെ നോക്കാൻ നേരത്ത് നമ്മുടെ ഡോൺ മാർലോട്ട മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അവരായിരുന്നു കഴിഞ്ഞ രാത്രി അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചില്ല. ആരാണിത് ചെയ്തതെന്ന് ആർക്കും തന്നെ ഒരു പിടുത്തവും ഇല്ല. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് അറിയുന്ന നമ്മുടെ റോക്സും ന്യൂഗേറ്റും എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ഹച്ചിനോസിൽ നിന്ന് ഷാക്കിനെയാണ് കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ കിഡ്നാപ്പ് ചെയ്യാൻ വന്നവർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഒരു ട്രേസ് പോലും അവർ പുറകിലേക്ക് വെച്ചില്ല. ആൻഡ് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, നമ്മുടെ വാങ്സി, അതായത് റോക്സ് പൈററ്റ്സ് അല്ല വാങ്സിയാണ് നമ്മുടെ ഷാക്കിനെ ഒറ്റിക്കൊടുത്തത്. ഈ ഒരു ന്യൂസ് അറിഞ്ഞ എല്ലാവരും തന്നെ സങ്കടത്തിൽ നിൽക്കുവാണ്. അത് മാത്രമല്ല നമ്മുടെ റോജറും ഭയങ്കര ദേഷ്യത്തിലാണ്. റോക്സ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞ് റോക്സിനെ നേരെ ചാടുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ റെയിലിയായിട്ട് അവളുടെ ആ ഒരു ന്യൂസ് കാണുന്നുണ്ട്. റെയിലിയും ശരിക്കും ഞെട്ടിയിരിക്കുവാണ്. അതുമാത്രമല്ല ഈ ലോകം മുഴുവൻ ഈ ന്യൂസ് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് പരുന്നത്. അതുമാത്രമല്ല എല്ലാവരുടെ മുഖത്ത് ചിരികൾ പതുക്കെ വാടാനും തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെസ്റ്റ് ബ്ലൂയിലുള്ള ഗോഡ് വാലി എന്ന് പറയുന്ന ആ ഒരു ഐലൻഡാണ് കാണിക്കുന്നത്. ഗാർലിംഗ്, നീ തിരിച്ചെത്തിയല്ലേ? എനിക്കറിയാമായിരുന്നു നീ തിരിച്ചെത്തി തോന്നുന്നു. ഷാങ്സ്, ഷാംറോക്ക്, ഇത് നിങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാർലിങ്ങിനെ പുള്ളിക്കാരി പരിചയപ്പെടുത്തുന്നുണ്ട്. ഓ, ട്വിൻസ് ആണല്ലേ? അതെ, ഇത് നിന്റെ കുട്ടികളാണ്. അല്ല, നീ ഇനി മുതൽ ഞങ്ങളുടെ ഇവിടെ നിൽക്കത്തില്ലേ? ഇവിടെ നിൽക്കാനോ? സത്യം പറഞ്ഞാൽ നീയുമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുമെന്നുണ്ടെങ്കിൽ അതെന്തായാലും അത് ഇവിടെ ആയിരിക്കത്തില്ല. അത് മാത്രമല്ല ഈ ഒരു ഐലൻഡിന് അധികം ആയുസൊന്നുമില്ലേ? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞ്? പിന്നെ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് പറ്റിയൊരു ബ്രൈഡിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവളെ എന്തായാലും ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവളെന്തായാലും എൻ്റെ ആയി മാറും. കാര്യം വരാൻ പോകുന്ന ടൂർണമെൻറ്റിൽ ഞാനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാങ്സിനെ, ഷാംറോക്കിനെ, അമ്മേനെ അവൻ അറ്റാക്ക് ചെയ്ത് അവളെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഈ സമയത്തൊന്നും അവളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. അത് മാത്രമല്ല ആ ടൈമിൽ നമ്മുടെ ഫിഗർലാൻഡ് ഗാർലിംഗ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, എല്ലാ പ്രിപ്പറേഷനിലും തുടങ്ങിക്കോളൂ. ഇത് കേട്ടപ്പോൾ തന്നെ നേവി ആക്ട് ചെയ്യാൻ തുടങ്ങി. ഗോഡ്വെല്ലിലെ ആൾക്കാരൊക്കെ ഒന്ന് പേടിക്കുന്നുണ്ട്. കാര്യം അവർ നോക്കാൻ നേരത്ത് അവരുടെ ആ ഒരു ഐലൻഡിന് ചുറ്റും നമ്മുടെ നേവിയുടെ ഷിപ്പൊക്കെ വന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, പിള്ളേരൊക്കെ അകത്തേക്ക്, ഇവിടെ ആരും ഒരു പ്രശ്നക്കാരുണ്ട്, അവർ തപ്പാനാണ് നേവി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്തോട്ട് ബാക്കിയുള്ള മറൈൻ സോൾജേഴ്സൊക്കെ അവിടേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവർ ഓർഡർ കൊടുക്കുകയും ചെയ്യും, എത്രയും പെട്ടെന്ന് എല്ലാവരെയും പിടിച്ചു കേട്ടാൽ നോക്ക്, റെസിസ്റ്റ് ചെയ്ത് അവരെ കൊല്ലാനും മടിക്കണ്ട. ഈ ടൈമിൽ പെട്ടെന്ന് ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, ലൂട്ടനന്റ് കമാൻഡർ, എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ഓപ്പറേഷൻ്റെ ഗോൾ എന്തുവാണ്? മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്നോട് ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇനി ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ വേണം. പക്ഷേ സ്ക്വാഡ് ലീഡർ, എന്താണിത്? എന്നോട് ക്ഷമിക്കൂ, അവൻ എന്തായാലും ഇപ്പോൾ ട്രെയിനിങ് പീരീഡിലാണ്. ആൻഡ് അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഡ്രാഗൻ ആയിരുന്നു. ഈ സമയത്ത് അവിടെയുള്ള ഒരു സിറ്റിസൺ ആയിട്ട് ഈ ഒരു മറൈൻ സോൾജറിനൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് തന്നെ അവനെ വെടിവെച്ച് അവർ താഴെ ഇടുവാണ്. ഇത് കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, എല്ലാവരും പിടിക്കാനാണ് വന്നത്. ഇത് കാണുന്നിടത്ത് തന്നെ അവിടെയുള്ള എല്ലാവരും ജീവനം കൊണ്ട് ഓടുന്നുണ്ട്. ഓഫീസർ, താങ്കൾ എന്താണ് ചെയ്തത്? അത് ഓർഡിനറി സിവിലിയൻസ് ആണ്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നമുക്ക് എന്തായാലും ഇവിടെ പേഴ്സണൽ ഡൗട്ട്സിനൊന്നും ഒരു റൂം പോലും ഇല്ല. മിലിറ്ററി ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ മുന്നോട്ട് പോകുവാണ്. ഈ സമയത്ത് നമ്മുടെ ഡ്രാഗന്റെ കയ്യിലിരിക്കുന്നത് ഒരു മയക്കുവെടി കൊടുക്കുന്ന ഒരു തോക്കായിരുന്നു. അതുകൊണ്ട് ആരെയും കൊല്ലാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഡ്രാഗൻ പറയുന്നുണ്ട്, നിങ്ങൾ മര്യാദക്ക് കീഴടങ്ങിയാൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. ആ സമയത്ത് അവൻ്റെ നേരെ വരുന്ന രണ്ടുപേരെ പെട്ടെന്ന് തന്നെ അവൻ നേരെ വെടിവെച്ച് താഴെ ഇടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മയക്കുവെടിയാണ് വെക്കുന്നത്. ഈ ടൈമിൽ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നുണ്ട്. മാസ്ക് വെക്കാനായിട്ട് അവർക്ക് നിർദ്ദേശം കിട്ടുകയും ചെയ്യും. ഈ ടൈമിലാണ് നേവിയുടെ ഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ സ്ലേവ്സിനൊക്കെ അവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. ഈ ടൈമിൽ തന്നെ ഒരാൾ കമ്മ്യൂണിക്കേഷൻ റൂമിൽ നിന്ന് ഇങ്ങനെ വഴുതി മാറുന്ന പോലെ ഒരു ഓഫീസറിന് തോന്നി. പക്ഷേ അത് അവൻ്റെ ഡൗട്ടാണെന്ന് പറഞ്ഞ് അവൻ കാര്യം വെക്കാതെ മുന്നോട്ട് നടക്കും. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ജിനി ആയിരുന്നു. പുള്ളിക്കാരിയുടെ സക്സസ്ഫുള്ളി തന്നെ ആ ഒരു ഇൻഫോർമേഷൻ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം കേൾക്കാൻ നേരത്ത് അവിടെ മറ്റ് സ്ലേവ്സ് ഒക്കെ പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒച്ച കൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും പണിഷ് ചെയ്യപ്പെടും. ഇത് കേൾക്കാൻ നടത്തി നമ്മുടെ ഇവാങ്കോവിന് ദേഷ്യം വരികയും ചെയ്യും. അവൻ പറയുന്നുണ്ട്, നീയൊക്കെ മിണ്ടാതിരിക്കാൻ നോക്ക്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അതിനോട് മിറാക്കിൾസ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ വഴക്കിടുന്നുണ്ട്. ഇതെല്ലാം ദൂരത്ത് നിന്ന് നമ്മുടെ കുമയും കാണുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്,
ആ ഒരു സ്ലേവ്സ് ആണെങ്കിലും അവർക്ക് നല്ല സ്പിരിറ്റ് ഉണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ ആണ്. നമ്മുടെ മോർഗൻ അവിടേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരനെ കുറച്ച് ഇന്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കളിയാക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ മോർഗൻ എന്ന് പറയുന്നത് ആ ടൈമിൽ ചെറിയൊരു പത്രപ്രവർത്തകനായിരുന്നു. എന്നാൽ അവന് നന്നായിട്ട് തന്നെ ഇന്റൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ കളിയാക്കുന്ന കേൾക്കാൻ നേരത്ത് ലാസ്റ്റ് അവൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇത് ലീക്ക് ചെയ്യാമെന്ന്. പുള്ളിക്കാരൻ ആ ടൈമിൽ നമ്മുടെ വേൾഡിലെ എക്കണോമിക് ജേണലിലെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹച്ചിനോസ് വരുന്നു. ഹച്ചിനോസ് വീണ്ടും ജീവനോടെ തിരിച്ചു വന്നു. കാര്യം നമ്മുടെ ഷാക്കി ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ കഴിഞ്ഞു. ഈ സമയത്ത് വാങ്സ് പറയുന്നുണ്ട്, ഇത് കേട്ടിട്ട് അത്ര ട്രസ്റ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം പുള്ളിക്കാരാണല്ലോ ഇതെല്ലാം ലീക്ക് ചെയ്തത്. പക്ഷേ ബാക്കിയുള്ളവരാരും ഇത് കേട്ടിട്ട് മൈൻഡ് പോലും ചെയ്യത്തില്ല. കാര്യം അവരെല്ലാവരും നല്ല ഹാപ്പിയാണ്. അത് മാത്രമല്ല അവർക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായിരുന്നു, വരുന്ന ആ ഒരു സെലസ്റ്റൽ ഡ്രാഗന്റെ ടൂർണമെന്റിനകത്ത് അവളാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വെക്കാൻ പോകുന്നത്. ആൻഡ് ഇത് കേൾക്കാനത്ത് അവർക്ക് ദേഷ്യം വരികയും ചെയ്യും. ന്യൂ ഗേറ്റ് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ഹ്യൂമൻ ഹണ്ണിനെ പറ്റിയുള്ള റൂമേഴ്സ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്കത് വിശ്വാസമായത്. ആ ടൈമിൽ ബിഗ് മോം പറയുന്നുണ്ട്, കുറച്ചധികം നല്ല ഡെവൽ ഫ്രൂട്ട്സ് ഉണ്ട് കായിട്ടോ, നിനക്കൊരെണ്ണം വേണമെന്നല്ലേ പറഞ്ഞത്. അല്ല അപ്പോൾ ഇതൊക്കെ എന്തോ ചെയ്യുന്നത്? എന്തായാലും ഞാനും പേഴ്സണലി കുറച്ച് കളക്ട് ചെയ്യണം. കാര്യം എൻ്റെ മക്കൾക്കും അത് ആവശ്യം വരും. ആ ടൈമിൽ തന്നെ നമ്മുടെ റോക്സിനോട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതൊരു ട്രാപ്പ് ആണെങ്കിലോ? ട്രാപ്പ് ആണെങ്കിലും എന്ത് കോപ്പാണെങ്കിലും കുഴപ്പമില്ല, നമ്മളും ഗോഡ് വാലിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റോക്സ് ഫുൾ ഓൺ ആയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോജറിന്റെ ഷിപ്പാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ഗബാൻ എവിടെയാണ് ഗോഡ് വാലി? അത് കുറച്ച് ദൂരമുണ്ട്, പക്ഷേ ഇപ്പം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തുന്നതാണ്. എങ്കിൽ പിന്നെ ബാക്കിയൊന്നും നോക്കാനില്ല, നമ്മൾ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഓൺ ആയിട്ടുണ്ട്. ഈ ടൈമിൽ റെയിലും ഫുൾ ഓൺ ആയിട്ടുണ്ട്. റോക്സ് എന്തായാലും അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ടാണ് റോജർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആൻഡ് ഈ റോജർ പോകുന്ന ന്യൂസ് നമ്മുടെ ഗാർപ്പിന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗാർപ്പ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു ഷിപ്പ് നമ്മുടെ റോക്സിന്റെ ഷിപ്പിന്റെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നതായിരുന്നു. അത് മറ്റാരല്ലായിരുന്നു, നമ്മുടെ കിങ് ഹാനിലായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അവർ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ക്രൂ ഫുള്ള് ഒരു പെണ്ണിന്റെ മുകളിൽ ഒബ്സസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണാൻ സാധിക്കും. പിന്നെ നിനക്കറിയാലോ, ഞങ്ങളൊന്ന് പ്രോപ്പർലി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഷിപ്പ് എപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് മുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഞാൻ ദൂരത്ത് കാണുന്ന അത് കണ്ടു, അതൊരു ഗവൺമെന്റ് സർവിലൻസ് ഷിപ്പ് കൂടിയാണ്. അതുകൊള്ളാം, നീ ഇപ്പോൾ ഗവൺമെന്റ് വളർത്തു നായയാണ്. ശരിയാണ്, നീ ഇവിടെയൊക്കെ രാജാവായിരിക്കാം, പക്ഷേ നീ ഞങ്ങളൊട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാത്തായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ വേൾഡ് ഗവൺമെന്റ് അവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം തമ്മിൽ തല്ലി ചാകാനാണോ നീ ഇപ്പോൾ ആലോചിക്കുന്നത്? എന്തായാലും നമുക്ക് തമ്മിൽ ഒന്ന് സംസാരിച്ചോലോ അവസാനമായിട്ടൊന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ കാണിക്കുന്നത് അവർ തമ്മിൽ ആ ഒരു സേക്ക് കൈമാറുന്നതാണ്. ഈ ടൈമിൽ റോക്സ് പറയുന്നുണ്ട്, നിനക്കറിയാമായിരിക്കും ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും. പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നീ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ക്രൂവിനോട് പോലും ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഹാറൽ ആർക്കും അറിയാത്ത ഒരു പേര് എനിക്കുണ്ട്, അത് ഡേവിഡി സെബക്ക് എന്നാണ്. സോ റോക്സ് എന്നുള്ളത് നിന്റെ പേരല്ലേ? അത് ജസ്റ്റ് ഒന്ന് മറക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു പേരാണ്. എൻ്റെ പേരിൻ്റെ പുറകെ, അതായത് ഡേവിഡി ക്ലാൻ്റെ പുറകെ കുറേ നാളിട്ട് ഈ മറീൻസും വേൾഡ് ഗവൺമെൻറ്റും ഉണ്ട്. ഞങ്ങളുടെ ലിനിയേജ് എന്ന് പറയുന്നത് ഒരു ലെജൻഡറി പൈലറ്റല്ല, ഡേവിഡി ജോൺസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ അത് മറക്കാനായിട്ട് വേൾഡ് ഗവൺമെൻറ്റും ബാക്കിയുള്ളവർ നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഞാൻ അത് മറക്കാൻ വേണ്ടിയിട്ടൊരു പേര് മാത്രമാണിത്. എനിക്കറിഞ്ഞൂടാ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോന്ന്. പക്ഷേ 2 വർഷത്തിന് മുമ്പ് എനിക്കൊരു കുട്ടി ജനിച്ചു. സോ അവരെ സേഫാക്കി നിർത്താൻ വേണ്ടി ഞാനവരെ മറ്റു ദൂരത്ത് ഒരു സ്ഥലത്തേക്ക് വിട്ടു, എൻ്റെ ഹോം ടൗണിലേക്ക്. ആൻഡ് അവിടെ വെച്ച് ഡേവി ക്ലാൻ എന്തായാലും അവരെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ നിൻ്റെ വൈഫും നിൻ്റെ കുട്ടിയെല്ലാം നിൻ്റെ ഹോം ടൗണിലുണ്ട്. അല്ല അതെല്ലാം നീ എന്തിനാണ് ഇപ്പോൾ എന്നോട് റിവീൽ ചെയ്യുന്നത്? അത് നിൻ്റെ വീക്ക് സ്പോട്ടല്ലേ? അതെ, പക്ഷേ എൻ്റെ ഹോം ടൗൺ എന്ന് പറയുന്നതാണ് ദി ഗോഡ് വാലി. നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഉറപ്പ് തന്നെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ ലൂർ ചെയ്യാനായിട്ടാണ് വേൾഡ് ഗവൺമെൻറ് അങ്ങനെ നോക്കുന്നതെങ്കിലോ? അതല്ല. കാര്യം സെലസ്റ്റൽ ഡ്രാഗൺസ് എന്തായാലും അവിടേക്ക് പോകുന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. സോ അവരെന്തായാലും ഒരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കറിഞ്ഞൂടാ, എന്നെ ആരോ പിടിച്ച് ബാക്കിലേക്ക് വലിക്കുന്ന പോലെയാണ്. ഞാൻ വീണ്ടും അവിടേക്ക് തന്നെ ചെല്ലുവാണ്. എനിക്കറിയാം ഇപ്പോൾ ഞാൻ കുറച്ച് നിസ്സഹായനാണെന്ന്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലക്ക് എന്തായാലും എൻ്റെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുവാണ്, നീ എൻ്റെ കൂടെ കൂടുന്നോ? എനിക്ക് ഒരു കൈ സഹായം തരുന്നോ? ആ സമയത്ത് ഹാറിൽ ഒരു എക്സ്പെറിമെന്റ് ഇട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ ഉറപ്പായിട്ടും നിന്നെ ഇവിടെ ഡിഫീറ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ കാണിക്കുന്നത് ഹാറിൽ അവൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറയുന്നതാണ്, ആരോടും ഇന്റർഫിയർ ചെയ്യില്ലെന്ന് പറയും. അത് കഴിഞ്ഞാണ് ആ ഒരു ഷിപ്പ്, അതായത് ഹാറിൻ്റെ ഷിപ്പ് നിന്ന് കത്തുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹാറിൽ എന്തായാലും ഇവിടെ മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണ്. അങ്ങനെ റോക്ക് സ്പൈഡേഴ്സ് വീണ്ടും മുന്നോട്ട് പോയിട്ടുണ്ട്. വിശ്വസിക്കാൻ കുറച്ച് പാടാണെങ്കിലും എല്ലാ 3 വർഷം കൂടാൻ നേരത്തും ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് റിസോഴ്സസ് ഒക്കെയുള്ള ഒരു വലിയൊരു നേഷൻ തന്നെ കണ്ടുപിടിക്കും. എന്നിട്ട് അതൊരു ഹണ്ടിങ് ഗ്രൗണ്ട് ആയിട്ട് മാറ്റും. സ്ലേവ്സിനെയും ബാക്കിയുള്ളവരൊക്കെ അവിടേക്ക് വിട്ട് അവരൊക്കെ ഹണ്ട് ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് സ്ഥലമാക്കി മാറ്റും. ആൻഡ് ഈ വർഷം അത് ഗോഡ് വാലി ആയിരുന്നു.
പിന്നെ കാണിക്കുന്നത് കുറച്ചധികം സെലസ്റ്റിയൽ റാൻസിനെ അതേപോലെ നമ്മുടെ ഷാക്കിയാക്കുവിനെ പിന്നെ കുറച്ചധികം ട്രഷർ ബോക്സസുമാണ്. അതിനെ അവിടെ വിളിച്ചു പറയുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തെ പരിപാടി തുടങ്ങാൻ പോകുവാണ്. ഇവിടെ റെയറസ്റ്റ് ആയിട്ടുള്ള കുറച്ചധികം ഡെവിൽ ഫ്രൂട്ട്സും ഉണ്ട്. സോ എങ്ങനെയാണ് പോയിന്റ് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും കിട്ടുന്നതാണ്. ആൻഡ് ഇവിടുത്തെ ഗ്രാൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഫോർമർ എംപ്രസ് ആയിട്ടുള്ള ദി ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദിസ് വേൾഡ് ആയിട്ടുള്ള ഷാക്കിയാക്കോ ആണ്. ഇത് കാണുന്നിടത്ത് എല്ലാവരും ഹാപ്പിയാവും, എല്ലാവർക്കും അവളെ വേണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് അവളെ ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ട്രഷർ എന്ന രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഷോമേഴ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും അവൾ ഉറപ്പായിട്ടും എൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഫിഗർ ലൈൻ ഗാർലിംഗ് പറയുകയും ചെയ്യും നീ അതൊക്കെ സ്വപ്നത്തിൽ മാത്രം കണ്ടാൽ മതി ഷോമേഴ്സ്, എന്തായാലും അവൾ എൻ്റെ വൈഫായിരിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗനാണ്. പുള്ളിക്കാരനായിട്ട് ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. അവളായിട്ട് ചോരയിൽ കുളിച്ച് കിടക്കുവാണ്. അവൾ പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും എൻ്റെ പിള്ളേരെ ഇവിടുന്ന് രക്ഷിക്കണം, അവൻ്റെ കയ്യിൽ ഒരിക്കലും എൻ്റെ കൊച്ചുങ്ങളെ കൊടുക്കാൻ പാടില്ല. ആൻഡ് അത് നമ്മുടെ ഷാങ്ക്സിൻ്റെ ഷാംറോക്കിൻ്റെ അമ്മയായിരുന്നു. ഈ സമയത്ത് തന്നെ മറ്റ് രണ്ടുപേരെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടീച്ച് ഇങ്ങോട്ട് വാ, നീ പേടിക്കേണ്ട കേട്ടോ, നമ്മൾ എന്തായാലും ഇത് സർവൈവ് ചെയ്യും. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ റോക്സിൻ്റെ ഭാര്യയും മകനായിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ബിയർഡുമായിരുന്നു. പിന്നെ കാണിക്കുന്നത് ആ ഒരു വലിയൊരു അനൗൺസ്മെൻ്റ് ആണ്. അതായത് ഗോഡ് വാലിനെ പറ്റിയുള്ള ഒരു വലിയൊരു അനൗൺസ്മെൻറ്റ്. എല്ലാ നോബിൾസിനും ഓൾറെഡി അറിയാവുന്ന പോലെ ഈ ടൂർണമെൻറ്റ് സെവറലുള്ള സൂപ്പർ റെയർ റാബിറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇത്തവണ നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതിലൊന്നാണ് ബക്കനിയർ ട്രൈബിലുള്ളവരും പിന്നെ 800 വർഷമായി ആരും തന്നെ അറിയാതെ അണ്ടർ കവറിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഡേവി ക്ലാനിലെ മെമ്പേഴ്സും. അങ്ങനെ ആ ഒരു വലിയൊരു അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെക്സ്റ്റ് വീക്ക് ബ്രേക്കില്ല, അതിനർത്ഥം ഈ വരുന്ന ചൊവ്വാഴ്ച തന്നെ നമുക്ക് ഇതിൻ്റെ സ്പോയിലേഴ്സ് കിട്ടുന്നതാണ്.